നമ്മളിപ്പോൾ ഹൗത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകും. അപ്പോൾ ആദ്യമായിട്ടാണ് ഡാർട്ടിൽ പോണത്. എന്തായാലും എത്തിക്കഴിയുമ്പോൾ കാണാം. ഇത് കണ്ടോ, ഇതാണ് ബ്ലാക്ക് റോക്കിലുള്ള ഡാർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ കഴിഞ്ഞാൽ നമുക്ക് ലീവ് കാർഡ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ എല്ലാ സ്റ്റേഷൻ്റെയും പുറത്ത് നമുക്കൊരു ചാർജിങ് പോർട്ട് കാണും. അതിൽ നമുക്ക് ലീവ് കാർഡിൻ്റെ ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഇതുണ്ടോ, ഇവിടെ നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് നമുക്കതിൻ്റെ ഇത് കാണും. ഉണ്ട്, ബോർഡുണ്ട്. നമ്മുടെ ഹൗത്തിലോട്ടൊരു ട്രെയിൻ വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഹൗത്തിൽ ഡാർട്ട്. കണ്ട ഹൗത്തൊന്ന് കഴുതി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഉള്ളൊക്കെ ഒന്ന് കാണിക്കാം. ഞാൻ അകത്ത് കയറുമ്പോൾ സംസാരിക്കില്ലല്ലോ. ഇവർ വളരെ പ്രൈവറ്റായിട്ട് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. സോ യു ക്യാൻ ഗോ. ഫ്രണ്ട് നല്ല ഫ്രീ ആയിരുന്നു. എങ്കിൽ ഫ്രണ്ടിലോട്ട് നടക്കാം, അകത്ത് കയറിയിട്ട്. സോറി. ഹലോ ഫ്രണ്ട്സ്, ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് റോക്കിൻ്റെ സൈഡൊക്കെ ഫുള്ള് നമ്മുടെ ബീച്ച് ഏരിയയാണ്. അപ്പോൾ ഈ കൂടെ പോകാൻ വേണ്ടി കാണാനൊക്കെ നല്ല രസമാണ്. ഒരു സൈഡ് മാത്രം. ഇതിപ്പോൾ ഞങ്ങളിപ്പം അവിടെ നിന്നൊക്കെ പോയി ഇപ്പോൾ ഡബ്ലിനിലെത്തി. ഇത് ഡബ്ലിൻ്റെ തന്നെ ഗൂഗിളിൻ്റെ ഓഫീസും ഫേസ്ബുക്കിൻ്റെ ഓഫീസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയായി. നമ്മളങ്ങനെ ഹൗത്തിലെത്തി കേട്ടോ. അങ്ങനെ ഹൗത്തിലെ റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടോ ഡാർട്ട്. ഇവിടെ ബീച്ചൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കിയൊക്കെ ഇവിടെ എന്ത് ഫിഷിങ് ഏരിയയും സീ ഫുഡും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന്. ഹൗത്തിൽ വന്ന് ഇറങ്ങി. ഇതിൻ്റെ ഇഷ്ടം പോലെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ്. നമുക്ക് ഏതെങ്കിലും കടയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ഞങ്ങൾ ഹൗത്തിലെത്തി, പുറത്തോട്ട് പോയി. ഇപ്പം നല്ല കാറ്റാട്ടോ, അത് കാരണം സൗണ്ടൊന്നും ക്ലിയർ ആവുന്നില്ല. ഇത് കണ്ടോ, അവിടെ ബാക്കിൽ ഇഷ്ടംപോലെ യാച്ചുകളുണ്ട്. നല്ല നീലാകാശവും നീല കടലും അല്ലേ, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ലൈറ്റ് ഹൗസും അതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് പൊതുവെ അയർലൻഡിലുള്ളതിനേക്കാളും നല്ല സണ്ണിയാണ്. നല്ല കാറ്റുണ്ടെങ്കിൽ ഒരു ചെറിയ വാംത്തൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഞങ്ങളിവിടുന്ന് ജസ്റ്റ് ഡബ്ലിൽ നിന്ന് ഹൗത്തിലോട്ടുള്ള ഒരു, നമ്മുടെ നാട്ടിലും ഒക്കെ മെട്രോ ഉള്ളതല്ല, മെട്രോ ട്രെയിനിലാണ് വന്നത്. എന്നിട്ട് ഹൗത്തിൽ തന്നെ ഇറങ്ങി. എനിവേ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അടുത്ത് യാച്ച ഉണ്ടോ. അതിലുണ്ട് IRLൻ്റെ എയർലൈൻ്റെ. ഇതിനൊക്കെ രജിസ്ട്രേഷൻ വേണ്ട. അങ്ങോട്ടൊരു വലിയൊരു ഇതുണ്ട്. നമുക്ക് അവിടെ പോകണം. അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്ത് നല്ലതായിട്ട്. സോ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇത് കണ്ടോ, നമ്മുടെ അടിപൊളി ബീച്ചാണ്. ലൈറ്റ് ഹൗസ് അവിടെ യാച്ച. ഇതുകൊണ്ട് അവിടെ ദൂരെ ഒരു ബോട്ടിൽ ഒരു മധ്യവയസ്കനായിരുന്നു മീൻ പിടിക്കുന്നതാണ് കേട്ടോ. ആക്ച്വലി ഇത് എൻ്റെ അടുത്ത് ആദ്യം നിന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ദൂരെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾ മീൻ പിടിക്കുന്നതാണ്. ഓരോ സ്ഥലത്തും മീൻ പിടിക്കുന്ന വിധം വേറെ വേറെ അല്ലേ. ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എനിക്കറിയില്ല എത്രത്തോളം ക്ലിയർ ആണ്. ചെയ്യുന്നുണ്ട്. വലിയൊരു ഡബ്ബ പോലത്തെ ഒരു സാധനം തിരിച്ചിടും. ഫുള്ള് തട്ടിക്കളഞ്ഞു കണ്ടോ. ചെറിയ ഇവിടുത്തെ ഈ കടൽക്കാക്കളൊക്കെ ആളെ ചുറ്റി ഇങ്ങനെ പറക്കുക. അതിന് അടുത്ത് വീണ്ടും അത് ഓരോ തരത്തും വളരെ വ്യത്യസ്തമായിട്ടാണ് അല്ലേ മീൻ പിടിക്കുന്നത്. ആളെ തിരിച്ചു വെച്ചു. അല്ല ഫിഷിംഗ് പരിപാടി കഴിഞ്ഞു എന്നുണ്ട്. അതിനിപ്പോൾ അടുത്ത ആൾ വലിക്കുന്നുണ്ട്, നോക്കാം.
സോറി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾ ഞാൻ അടുത്ത് വന്നപ്പോഴേ അത് ഫിഷിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ട ആളെടുത്തു ആയിട്ട് ആ സാധനങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് ചെറിയ മീനുകളൊക്കെ എടുത്ത് ആളെ മാറ്റുകയാണ്. ഇങ്ങനെ അപ്പോൾ എല്ലായിടത്തും മാറ്റിക്കഴിഞ്ഞാൽ വല്ല മീനും കിട്ടുമോ? ആ, ഒരു മീനെടുത്തപ്പോൾ ആളിട്ടു. ഇങ്ങനെ വലുത് മാത്രം, ബാക്കിയെല്ലാം തിരിച്ച് തട്ടിക്കളഞ്ഞു. ഈ കടൽക്കാക്കകളെല്ലാം ചുറ്റി നിൽക്കുന്നുണ്ടോ? ആളുടെ നിന്ന് വല്ല ചെറിയ മീനോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ ഫിഷിംഗ് ഹാർബർ കേട്ടോ. ഇവിടെ ആണ് ഫിഷിങ്ങിനുള്ള വലിയ ബോട്ടുകളും അതൊക്കെ ചെയ്യുന്നത്. ഒത്തിരി ബോട്ടുകളും യാച്ചുകളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഫിഷിംഗ് മാർക്കറ്റും സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹൗസിൻ്റെ പുറത്തോട്ട് വന്നതിന് ശേഷമുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ ബസ് സ്റ്റോപ്പ്, പിന്നെ ഇതെല്ലാം നീണ്ട അങ്ങോട്ട് വരെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഈ റൈറ്റ് സൈഡിലൊക്കെ കുറേ കടകളും അതും ഇതൊക്കെ ഉണ്ട്. ഞങ്ങളപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി വന്നു. ഇപ്പം വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം. അങ്ങനെ കറങ്ങി നടന്നിട്ട് നല്ല വിശപ്പുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഈ റോഡിൻ്റെ 2 സൈഡിലും കണ്ടോ ഒരു സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ മെർമെയ്ഡിൻ്റെ, മത്സ്യകന്യകയുടെ സ്റ്റാച്യൂസ് പോലെ. അപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ സാധനം ഈ ഫിഷ് ഫിംഗർ ചിപ്സ്. സത്യം അത് ഞാൻ പണ്ട് ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ എല്ലാം അതിൻ്റെ ഒരു മണമാണ്. ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, നോക്കാം. ഈ റോഡിൻ്റെ വലതുവശത്തൊക്കെ ഒരു ഹൗസ് മാർക്കറ്റ്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ എന്തെങ്കിലും വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ലെറ്റ്സ് സീ. ഇതിൻ്റെ അടുത്ത് ഒത്തിരി പബ്ബുകളും ഉണ്ട്, നമുക്ക് നോക്കാം. അവിടെ ഒരു ദൂരമായിട്ട് കാണുന്നത് അതൊരു യാച്ച് ക്ലബ്ബാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ ബീച്ചിൽ കണ്ടിട്ടില്ല കുറേ യാച്ചിൻ്റെ ക്ലബ്ബൊക്കെ. നമ്മുടെ ഇതൊക്കെ റെസ്റ്റോറൻറ്റ് ആണ്, പക്ഷെ ചിലതൊക്കെ അടച്ചിട്ടിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണുന്ന ആ ഹില്ലിന് മുകളിലായിട്ട് ആകാശമൊക്കെ നല്ല നീലടിച്ചിരിക്കുക. നല്ല രസമുണ്ട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ, നല്ല കാറ്റുമുണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശമൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ഞങ്ങളിപ്പോൾ അങ്ങ് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ അവിടെ ഒത്തിരി ബോട്ടുകളും അതും ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ട്. അത് കൂടാതെ കണ്ടോ ഹാർബറിൽ നിറയെ ബോട്ടുകളും അതൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് ടൗൺ കേട്ടോ. അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ പാർക്കിംഗ് ഒക്കെ പെയ്ഡ് പാർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ റെസ്റ്റോറൻറ്റ്സും അതും ഇതൊക്കെ ഉണ്ട്, പബ്ബുകളൊക്കെ അവിടെയാണ്. ഞങ്ങൾ വിശന്നപ്പോൾ അവിടെ പോയി നല്ല ഹോട്ട് ഡോഗും അതും ഒക്കെ കഴിച്ചിട്ട് വന്നു. ഒരു രക്ഷയില്ല. ഹോട്ട് ഡോഗ് ഒക്കെ നന്നായിരുന്നു കേട്ടോ. പക്ഷെ ഫിഷ് ഫിംഗർ ചിപ്സ് ഞാൻ കഴിച്ചില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഓപ്പോസിറ്റ് കാണുന്ന ഒരു കുന്ന് കണ്ടോ, ഇത് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് റോക്കിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ഈ ഹൗത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ കുന്ന് വെച്ചാണ്. അപ്പോൾ നല്ല രസമാണ്, അവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് അത് കാണാൻ പറ്റിയത്. പിന്നെ ഇത് കണ്ടോ, ഇപ്പുറത്തെ സൈഡിൽ ഹാർബർ നല്ല രസമല്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ ഈ ഇതണക്കുള്ള വീക്കെൻഡ് സമയത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് ഇവിടെ വരുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞു സൈക്കിൾ ഇരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഓണർ കുഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും കാണും. അവൻ ഇപ്പോൾ ഓടി വരും മിക്കവാറും. നല്ല രസമല്ലേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇതണക്കുള്ള സമയത്ത് ഫാമിലിയുടെ കൂടെ സമയവും ഒത്തിരി ചിലവഴിക്കാറുണ്ട്. ഇത് കണ്ടോ, നല്ല നീലമായിട്ട് കിടക്കുന്നുണ്ടോ ഹാർബർ. ഒത്തിരി ബോട്ടുകളും യാച്ചുകളും ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഫിഷിങ്ങിന് ഭയങ്കര ഫേമസ് ആണ്. ആ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ഫിഷിംഗ് ബോട്ടും ഹാർബറും തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറേ കടകളും ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് നല്ല ചെറിയ കോസ്റ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളവിടെ പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്, നമുക്കറിയില്ല കേട്ടോ. ചെറിയ ഷോപ്സും ബാറും അങ്ങനെയൊക്കെ ഉണ്ട്. ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ല രസമല്ല. അതായത് വില്ലേജ് ഏരിയ ഉണ്ട്, ഇഷ്ടംപോലെ വീടുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല തിരമാലയുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അയർലൻഡിൽ വന്നിട്ട്
സ്റ്റീപ്പ് ഫോൾ ഫ്രം റൂഫ്. കുത്തനെ വീഴാനുള്ള ചാൻസ്. ലൈറ്റ് ഹൗസ്. ഇത് വലിയ ലൈറ്റ് ഹൗസ് അല്ലേ? അത് ചെറുതോ? നമ്മുടെ നാട്ടിലുള്ള ലൈറ്റ് ഹൗസ് അല്ല, എൻ്റെ ഡിഫറെൻ്റ് അല്ലേ? You are taking video? ഇതൊക്കെ സ്ട്രീറ്റ്സിൽ കുട്ടികളിരുന്ന് പാടുന്നതാണ് കേട്ടോ. ഇനി വല്ല കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ സ്റ്റോപ്പ് ആക്കാൻ. അപ്പോൾ ഞങ്ങളൊക്കെ തളർന്ന് ഇരിപ്പായി. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, സി യു. ഈ വീഡിയോ ആക്ച്വലി ഞങ്ങൾ ഒത്തിരി മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. 2022 എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. ഇവർ പലരും ഇന്നിവിടെ ഇല്ല, പലരും പലയിടത്തും പോയി. ഇനി എല്ലാവരെയും ഓർമ്മിക്കും.